haunt you. You don't ever get nervous, do you? With all the right cards in your. ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഡിയേഴ്സ്. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗെറ്റിംഗ് റെഡി വീഡിയോ ഷൂട്ട് ചെയ്യാണ്. എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ, റെഡി ആയിട്ട് കുറേ നാളായിട്ട് ഞാൻ കാത്തു നിൽക്കുന്ന ഒരു റിലീസ് ഉണ്ടായിരുന്നു, ഒരു മൂവിൻ്റെ. പഴയൊരു സിനിമയാണ് യേ ജവാനി ഹേ ദിവാനി. ഞാൻ ടി വിയിൽ കണ്ട പടമാണ്. എനിക്ക് ആ മൂവിൻ്റെ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ മിസ് ചെയ്തു, കണ്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക അതൊന്ന് റിലീസായിരുന്നെങ്കിൽ ഒന്ന് പോയിട്ട് കാണാമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ സിനിമ റിലീസായിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം ഈവനിങ് ഉള്ള ഷോ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേഗം ഞാൻ റെഡി ആവുകയാണ്. ഞാനും മോനും മാത്രമേ പോകുന്നുള്ളൂ. ഗോപു ഇവിടെ ഇല്ല, ഗോപു ട്രാവലിംഗ് ആണ്. സോ ഐ തോട്ട് ഓക്കെ, ഗോപുന് ഇമാതിരി സിനിമകളൊന്നും കാണാൻ അല്ലെങ്കിലും താല്പര്യമില്ല, എൻ്റെ കൂടെ വരില്ല. എനിക്കാണെങ്കിൽ ഈ രൺബീർ കപൂറിൻ്റെ, ദീപിക പദുക്കോണ്ട് ഇതുപോലത്തെ എന്താ പറയുക റൊമാൻറ്റിക് മൂവീസ് തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ അവരുടെ ബിഗ്ഗസ്റ്റ് ഫാനാണ് ഗൈസ്. പിന്നെ അതിൽ മനാലി, അവരുടെ ട്രാവലിംഗ്, ഈ മൂവിയിലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കോളേജിൽ പഠിക്കുമ്പോൾ പോയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് റെഡി. ഇത് മേടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ നാളായിട്ടോ. എന്തായാലും എൻ്റെ ഫേവറേറ്റ് സിനിമ കാണാൻ പോവല്ലേ, സുന്ദരിയായിട്ട് പോയേക്കാം. നല്ല സ്കിന്നും നല്ല ഫേസും നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് പോവാം. ഞാൻ ഇങ്ങനെ കുറേ മാസ്ക് ഷീറ്റ് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ റെഡി ആകുമ്പോഴൊക്കെ സ്കിൻ പ്രെപ്പ് സമയത്തൊക്കെ ഇടും. ഇല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ നമുക്ക് നല്ല പാമ്പറിങ് റുട്ടീനൊക്കെ ചെയ്യാൻ തോന്നില്ലേ, അപ്പം ഒക്കെ ഇടും. Cause it hurts whenever I stay. Is there another way? But it hurts even more when I go. You gotta let me know. സ്കിൻ നല്ല ഫ്രഷ് ആൻഡ് ഗുഡായി. ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് വരുന്ന വിസിബിൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എനിക്കത് ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ഡയറക്റ്റ് കണ്ടാലും മനസ്സിലാവും. ഇനി നല്ലൊരു മോയ്സ്ചറൈസർ ഇടാം. I'm screaming out. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ആക്നെ സ്കിൻ കെയർ റുട്ടീൻ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം, നോൺ സ്പോൺസേർഡ് വൺ. അല്ലെങ്കിൽ കുറച്ച് ആളും കൂടി വെയിറ്റ് ചെയ്യാം അല്ലേ. മൊത്തം ഈ പാടുകളൊക്കെ പോട്ടെ, കുറച്ച് പാടുകളൊക്കെ ഉണ്ട്, ഒക്കെ കൂടി പോയി ഫേസ് ഒന്ന് സെറ്റായിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യുക ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി. സോ മോയ്സ്ചറൈസർ ഡൺ, ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ സൺസ്ക്രീൻ കൂടെ ഇടുന്നുണ്ട്. And then I saw it in the evening. And then you said without a warning that you need someone to believe in. സാധാരണ മേക്കപ്പ് ഇടുമ്പം ഞാൻ എല്ലാ ഫേസിലെല്ലാം കഴിഞ്ഞിട്ടാണ് ലിപ്സ്റ്റിക് ഇടാറ്. ഇന്നിപ്പോൾ ഞാൻ ആദ്യം തന്നെ ലിപ്സ്റ്റിക് ഇടാന്ന് വിചാരിച്ചു, ചെറിയൊരു ചേഞ്ച് ആയിക്കോട്ടെ. ഇന്നിപ്പോൾ യേ ജവാനി ഹേ ദിവാനി കാണാൻ പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ കുറേ കാലമായിട്ട് കാത്തിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട്. അതേപോലെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ കാൻ കീപ് കാം. മീറ്റ് സ്റ്റേസ് ലവ് ട്രയാങ്കിൾ 3-in-1 ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക്കിൽ 3 സ്റ്റണ്ണിങ് ഷെയ്ഡ്സ് ഉണ്ട് ഒരു ബുള്ളറ്റിൽ. ഈ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് ഒരുപാട് ലുക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഫ്രം ഡേ ടു നൈറ്റ്. മാത്രമല്ല ഇതിലുള്ള ഷെയ്ഡ്സ് ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള യുണീക് ഷെയ്ഡ്സും ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ 3 ഷെയ്ഡ്സ് ഉണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്കാർലറ്റ് വിസ്പർ. ലെറ്റ് മീ ടെൽ യു, ദിസ് ഇസ് എവറിഥിങ്. ദിസ് ഹോട്ട് റെഡ് ഇസ് ഗിവിംഗ് മീ ടോട്ടൽ മെയിൻ ക്യാരക്ടർ എനർജി for tonight, while the nude shade in the same lipstick is perfect for my soft girl era during the day. 1 lipstick, 2 moods. ഇത് nude orchid ആണ്, a rich mauve paired with a subtle wine shade for an effortlessly elegant vibe. ഇത് കാരമൽ റോസ് ആണ്, a gorgeous mix of nude pink and brown that's perfect for Indian skin tones. ഇത് ബ്രിക്ക് പിങ്ക് എന്നുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ട്രഫിൾ ബ്ലഷ് എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി കാര്യം എന്താണെന്ന് പറയുക, സ്റ്റേജിന്റെ ഈ ലിപ്സ്റ്റിക് 100% ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. വൺസ് ഇറ്റ് ഡ്രൈസ് ഇൻ 90 സെക്കൻഡ്സ്, പിന്നെ ഒരു 12 hours അതേപോലെ നിന്നോളും. ടച്ചപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലോങ് ലാസ്റ്റിംഗ് മാത്രമല്ല, ഇതിലുള്ള അവക്കാഡോ ഓയിൽ നമ്മുടെ ലിപ്സിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നറിഷ് ചെയ്യും. ബെസ്റ്റ് പാർട്ട്, ഇതിന് 449 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും വേണ്ട ഷെയ്ഡ്സ് ഉണ്ട്, ലൈക്ക് ന്യൂഡ്സ്, പിങ്ക്സ് ആൻഡ് റെഡ്സ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് യൂസ് മൈ കോഡ് നിമി 2025 for 15% ഡിസ്കൗണ്ട് ഓൺ സ്റ്റേസ് വെബ്സൈറ്റ്. ഇനി നമുക്ക് ബാക്കി മേക്കപ്പിലേക്ക് വേഗം കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വെരി ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻ ആണ് ഇടുന്നത്. വെരി ലൈറ്റ് വെയ്റ്റ്, നമ്മളൊരു സെക്കൻഡ് സ്കിൻ പോലെ ഇത് ഫീൽ ചെയ്യുള്ളൂ. ഇതിന്റെ ബ്ലെൻഡിങ് ഭയങ്കര സുഖമാണ്. നമുക്ക് ആ ബ്ലെൻഡ് ചെയ്തിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഫേസ് ഇങ്ങനെ ഭയങ്കരമായിട്ട്
നല്ല ഗ്ലോയി ആയിട്ട് കിട്ടും. It was more than a feeling from the floor to the ceiling. ഞാൻ വലിയ കാര്യത്തിൽ ആര്യകുട്ടിയും കൊണ്ട് സിനിമയ്ക്കൊക്കെ പോവാണ്. ഐ റിയലി ഹോപ്പ് അവൻ ആ മൂവി എൻജോയ് ചെയ്യുന്നത്. സാധാരണ അവന് എൻ്റെ കൈൻഡ് ഓഫ് മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ ഈ സ്പൈഡർമാൻ, സൂപ്പർമാൻ മാതിരി സാധനങ്ങളോടാണ് കൂടുതൽ ക്രേസ്. ഇതിപ്പം പക്ക എൻ്റെ ഒരു ടൈപ്പ് മൂവി ആയതുകൊണ്ട് ഇരിക്കുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുറച്ച് പോപ്കോണും കുറച്ച് എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ കൊടുത്താൽ അത് കഴിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ആര്യൻകുട്ടിനെ കൊണ്ട് പണ്ടേ സിനിമയ്ക്കൊക്കെ പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഡീൽ ചെയ്യാൻ ഓക്കെയാണ് ആള്. നമുക്ക് ബ്രോസ് ചെയ്യാം. യേ ജവാനി ഹേ ദിവാനി മൂവി എനിക്ക് ഇഷ്ടപ്പെടാൻ മെയിൻ റീസൺ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിലൊരു മനാലി ട്രിപ്പിന് പോകുന്നുണ്ട് അവർ ഫ്രണ്ട്സായിട്ട്. സോ ആ ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പ്ലേസ് മനാലി ആക്ച്വലി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഞങ്ങളും കോളേജിൽ നിന്ന് ടൂർ പോയിരുന്നു മനാലിക്ക്, ഞാൻ MBA പഠിക്കുന്ന സമയത്ത്. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്നോ കാണുന്നതും മഞ്ഞ മലകൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ കാണും. ജീപ്പിന്റെ പോലത്തെ ഒരു വണ്ടിയിലാണ് നമ്മളിങ്ങനെ മൗണ്ടൈനിലേക്കൊക്കെ അന്ന് കൊണ്ടുപോയത്. അപ്പം നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കുറെ കുതിരകളൊക്കെ ഇങ്ങനെ പോകും. എനിക്ക് ശരിക്കും ഭയങ്കര ഒരു മാജിക്കൽ ആയിട്ട് തോന്നി. അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധനം ഇപ്പോഴും ഇതേ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സോ ആ മൂവി കാണുമ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ബാച്ചിലെ എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ഒരു സിനിമ. നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനാലിയിലെ ഫുഡ്, മനാലിയിലെ ആ സമയത്ത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ, രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാവുമായിരുന്നു. കുറെ കുട്ടികൾ ഇങ്ങനെ ചുറ്റും കൂടെ ഇരുന്ന് കോളേജിലെ ആ ഒരു ലൈഫ്, എല്ലാവരും കൂടെ ഇങ്ങനെ രാത്രി വട്ടോട്ടിരുന്ന് പാട്ടൊക്കെ പാടി. വാവ്, അമേസിങ് ടൈം ആയിരുന്നു. ഇനി നമുക്ക് കണ്ണെഴുതാം. കുറെ നാളായി വിചാരിക്കുന്നു പൗഡർ ബ്ലഷ് ട്രൈ ചെയ്യണമെന്ന്. നല്ല ഷെയ്ഡ് കേട്ടോ. ഈ ഒരു ബ്ലഷിന്റെ ഏത് ഷെയ്ഡ്? ക്ലൗഡ് ക്രഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. എനിക്കൊരു സ്വഭാവം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഷൂട്ടിനൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ അവരുടെ കയ്യിൽ കുറേ കളക്ഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ ബെസ്റ്റ് ഷെയ്ഡൊക്കെ ഞാൻ നോക്കി ഫോട്ടോ എടുത്ത് വെച്ചിട്ട് മേടിക്കും. അങ്ങനെ മേടിച്ചൊരു ഷെയ്ഡാണിത്. മുകേഷിന്റെ കയ്യിൽ കണ്ടാണ്. പണ്ട് ഞാൻ ഫ്ലവേഴ്സിൽ ഒരു ഷോ ചെയ്തിരുന്നു ഗൈസ്, കട്ടറുമ്പ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മൂവിങ് ഓൺ. ഇനി നമുക്കൊരു മസ്കാര ഇടാം. അതുപോലെ ഈ യേ ജവാനി ഹേ ദിവാനി മൂവിയില് അതിഥിയുടെ വെഡിങ് ഉണ്ട്. അതായത് ഒരു രാജസ്ഥാൻ വെഡിങ് ആണ്. ഓ മൈ ഗാഡ്, എന്ത് രസമായിരുന്നല്ലേ ആ ഒരു വിഷ്വൽസ് ഒക്കെ. രാജസ്ഥാൻ വെഡിങ് വൈബ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് ആണ് ഗൈസ്, ജയ്പൂർ. അത് നല്ല തണുപ്പുള്ള ഒരു സമയത്ത് പോകണം. നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് ജയ്പൂരൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്? ഇനി നല്ലൊരു ലിപ് ലൈനർ ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കിങ്ങനെ ഈ റെഡ്, ഈ കുറച്ച് കളേർഡ് ആയിട്ടുള്ള ലിപ്സ് വന്നാൽ ഒരു ബ്രൗൺ വെച്ചിട്ട് ഇങ്ങനെ ലൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ മൂഡൊന്നും മാറും. കണ്ട, ചെറിയൊരു ടിപ്പ് തരാം. റെഡ് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുള്ള ആളാണ്, ബട്ട് ടൂ മച്ച് റെഡ് ഇഷ്ടമല്ല എന്നെ പോലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ഡാർക്ക് ലിപ്സ്റ്റിക് ഇട്ടാലും അതിന്റെ താഴെ ഇച്ചിരി ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുത്താണ്ടല്ലോ കുറച്ചും കൂടി ഒരു നല്ല അടിപൊളി ലുക്കാവും. ഇനി നമുക്ക് പൗഡർ ഇടാം. ഈ ഒരു ഫൗണ്ടേഷൻ ഇച്ചിരി ഒരു ഗ്ലോയി ആണ്. ഇനി ഞാൻ ഈ ഒരു ഗോൾഡൻ റിംഗ് ഇടുകയാണ്. ഞാൻ എച്ചിന് മുന്നേ പർച്ചേസ് ചെയ്ത റിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തേക്കാം മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ ഫൈനൽ ലുക്ക്. ഒരു ബ്ലാക്ക് ടോപ്പ്, ബ്ലൂ ഡെനിം ആൻഡ് സിമ്പിൾ ജ്വല്ലറീസ്, പിന്നെ ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. വെരി സിമ്പിൾ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഗൈസ്, ഇനിയിപ്പോൾ ആര്യക്കുട്ടിനെ കൂടി റെഡി ആക്കണം. എന്നിട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവും. പറ്റിയാൽ ഞാൻ മൂവിയുടെ തിയേറ്ററിലെ വിഷ്വൽസ് ഇടാം. ഐ ഡോണ്ട് തിങ്ക് ഇപ്പൊ പല സ്ഥലത്തും അലോ ചെയ്യുന്നില്ല മൊബൈലിൽ പോലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. താങ്ക് യു, ബൈ.